ഇന്നപ്പോൾ നമ്മൾ കുറച്ച് ചീര പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് ചീരയുടെ അരികൾ ഇങ്ങനെ പാകിയിട്ടായിരുന്നേ. അപ്പോൾ അത് പാകിയിട്ടപ്പോൾ കണ്ടു ഇങ്ങനെ കൂട്ടം പോലെ ഇങ്ങനെ കിളുത്ത് നിൽക്കുക. അപ്പം കുറേ നന്നായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം വലുത് നോക്കി നമ്മൾ മുറിച്ചെടുക്കുവാണേ. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ പാകിയിട്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ വളർന്ന് വളർന്ന് വന്നതാണ് കേട്ടോ. ഇടയ്ക്കിങ്ങനെ ചുമലച്ചീരയുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ വിത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താണേ. അപ്പോൾ ചുമലച്ചീര ദാണ്ട ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വിളവെടുക്കുന്നത് പച്ച ചീരയാണ് കേട്ടോ. ഇന്നപ്പോൾ ഇത് കറി വെക്കാനായിട്ട്, രാത്രിയത്തേക്ക് കറി വെക്കാനായിട്ട് ഈ ചീര എടുക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചുമലയും പച്ചയും കൂടെ ഒരുമിച്ചിട്ട് കറി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ട വലുതായത് നോക്കി ഇങ്ങനെ കറി വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടം പോലെ നിൽക്കുമ്പോഴത്തേക്കും എന്തോ കാട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേങ്കിൽ ചീരയാണേ. അടുത്തിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും കാണാതെ ചീര തന്നെ കേട്ടോ. ചെറുതായിട്ട് കിളുത്ത് വരുന്ന കണ്ടോ അതെല്ലാം. പിന്നെ കണ്ട സൈഡിലായിട്ട് കണ്ടോ ചുമലച്ചീര ഉണ്ട് കേട്ടോ. അപ്പോൾ ചുമലച്ചീര കുറച്ചേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളതുണ്ട്, എന്നാലും കൂടുതലും പച്ചച്ചീരയാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പം വരുന്നു, എടുക്കുന്നു, കറി വെക്കുന്നു. അപ്പോൾ ദാണ്ടെ കുഞ്ഞ് ദാണ്ടെ അതിൻ്റെ ഇങ്ങനെ വടി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിക്കരുത് പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ. അങ്ങനെ ദാണ്ടെ ഇന്നത്തേക്കുള്ള ചീര ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ചീര കറി വെച്ച് കഴിക്കാവേ.